കേരള സർവകലാശാല വിസിക്കെതിരെ വീണ്ടും പ്രതിഷേധം ശക്തമാക്കാൻ സിപിഎം സിൻഡിക്കേറ്റ്. ഗവർണർ പങ്കെടുക്കുന്ന സെനറ്റ് യോഗത്തിലും ഇടതംഗങ്ങൾ പ്രതിഷേധിക്കും. സിൻഡിക്കേറ്റ് അക്കാദമിക് കൌൺസിൽ യോഗങ്ങൾ ചേരാത്തതിലാണ് പ്രതിഷേധം. സെനറ്റ് യോഗം ചേരാൻ പോകുന്നത് ചട്ടവിരുദ്ധമായെന്നും ആരോപണം. ഗോപാൽ ശിലാസനിലുണ്ട് വിശദാംശങ്ങളുമായി. ഗോപാൽ, നേരത്തെ തന്നെ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കുന്നതിലുള്ള അതൃപ്തി മുൻപ് ചേർന്ന യോഗങ്ങളിലും കൃത്യമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്താണ് പുതിയ നീക്കം? ആര്യ, ഈ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാത്തതാണ് ഇടതംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്നത്. കാരണം കഴിഞ്ഞ ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഒരു വിധി പ്രകാരം ഡോക്ടർ കെ.എസ്. അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെങ്കിൽ, അദ്ദേഹത്തിനെതിരായ അച്ചടക്ക നടപടി പിൻവലിക്കണമെങ്കിൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ വെച്ച് പിൻവലിക്കാമെന്നതായിരുന്നു കോടതി നിർദ്ദേശിച്ചത്. അത് ആവശ്യപ്പെട്ടുകൊണ്ട് സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ അംഗങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അതിന് VC തയ്യാറായിട്ടില്ല. ആ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനുള്ള ഇടതംഗങ്ങളുടെ നീക്കം. കഴിഞ്ഞ സ്പെഷ്യൽ സെനറ്റ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഇടതംഗങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇതേ തുടർന്ന് 8 മിനിറ്റ് കൊണ്ടന്ന് യോഗം പിരിയുന്നൊരു സാഹചര്യവും ഉണ്ടായി. തുടർന്നും വരും ദിവസങ്ങളിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ VCക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ആലോചിക്കുന്നത്. ഈ മാസം നവംബർ ആദ്യ വാരത്തിൽ നടക്കുന്ന സെനറ്റ് യോഗത്തിൽ ഗവർണർ പങ്കെടുക്കും. ആ ഗവർണർ പങ്കെടുക്കുന്ന യോഗത്തിലും VCക്കെതിരെ ശക്തമായ പ്രതിഷേധം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കും. അക്കാദമിക് കൗൺസിൽ യോഗങ്ങളും അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റ് യോഗവും അടിയന്തരമായി ചേരണമെന്നും അത് ചേരാതെ VC സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സർവകലാശാല പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇടതംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആരോപണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വൈസ് ചാൻസലർമാരുടെ അധികാരം നിയന്ത്രിക്കുകയും സിൻഡിക്കേറ്റിന്റെ അധികാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലേക്കുള്ളൊരു ബില്ല് നിയമസഭ പാസ്സാക്കിയിരുന്നു. ആ പാസ്സാക്കിയ ബില്ലിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വിഷയം സജീവമാക്കി നിർത്താനുള്ള ഒരു തീരുമാനം. കാരണം ഇപ്പോൾ പാസ്സാക്കിയ ബില്ല് പ്രകാരം സിൻഡിക്കേറ്റ് അംഗങ്ങൾ സിൻഡിക്കേറ്റ് അംഗങ്ങളായിട്ടുള്ളവരിൽ 1/3 അംഗങ്ങൾ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് രേഖാമൂലം VCക്ക് കത്ത് നൽകി കഴിഞ്ഞാൽ ആ 7 ദിവസത്തിനകം തന്നെ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം എന്നതാണ് ആ നിയമ ഭേദഗതിയിൽ പറയുന്നത്. ആ ഭേദഗതി പാസ്സായ പശ്ചാത്തലത്തിൽ അതിൻ്റേതായിട്ടുള്ള ഒരു തുടർ നടപടി അല്ലെങ്കിൽ തുടർ നീക്കമെന്ന നിലയ്ക്ക് ഈ വിഷയം കൂടുതൽ സജീവമാക്കി നിർത്താൻ കൂടിയാണ് CPM-ൻ്റെയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും നീക്കം. ഓക്കെ.